നമസ്കാരം. ഈ കഴിഞ്ഞ മെയ് 20 യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ 2 പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻ ഇറക്കുകയുണ്ടായി. ഒന്നാമത്തേത് നാഷണൽ ഡിഫൻസ് അക്കാഡമി, അതുപോലെ തന്നെ നേവൽ അക്കാഡമി, ഇവയിലേക്കുള്ള പ്രവേശനത്തിന് വേണ്ടിയുള്ള നോട്ടിഫിക്കേഷൻ. അതുപോലെ തന്നെ CDS കമ്പൈൻഡ് ഡിഫൻസ് സർവീസിലേക്കുള്ള നോട്ടിഫിക്കേഷൻസ്. ഈ 2 നോട്ടിഫിക്കേഷൻ്റെയും വിശദമായ വിവരങ്ങളാണ് ഇന്ന് എനിക്ക് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുള്ളത്. അഫീസ് ഇൻഫോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യത്തെ നമുക്ക് ഇന്ത്യയുടെ നോട്ടിഫിക്കേഷനെ കുറിച്ച് ഒന്ന് നോക്കാം. ടോട്ടൽ 394 വേക്കൻസീസാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതിൽ 370 വേക്കൻസീസ് ഫോർ മെയിൽ ആൻഡ് 24 വേക്കൻസീസ് ഫോർ ഫീമെയിൽ. അവിവാഹിതരായ +2 പാസ്സായ വിദ്യാർത്ഥിനികൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇവരുടെ ഏജ് ലിമിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അപേക്ഷകർ 1 ജനുവരി 2008 1 ജനുവരി 2011 ഇടയ്ക്ക് ജനിച്ചവരായിരിക്കണം എന്നുള്ളതാണ്. അപേക്ഷകർക്ക് വേണ്ട എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ NDAയുടെ ആർമി വിങ്ങിലേക്കാണ് നിങ്ങൾ അപേക്ഷിക്കുന്നതെങ്കിൽ +2 പാസ്സായ, അതായത് 12th പാസ്സായ ഏതൊരു വിദ്യാർത്ഥിനിക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. മറ്റൊരു മാനദണ്ഡങ്ങളുമില്ല. എത്ര % മാർക്ക് വേണമെന്നോ അല്ലെങ്കിൽ ഇന്ന വിഷയങ്ങൾ പഠിച്ച് പാസ്സായിരിക്കണം എന്നൊന്നുമില്ല. ഏത് വിഷയത്തിലായാലും നിങ്ങൾ 12th പാസ് ആണെങ്കിൽ ഈ ആർമി വിങ്ങിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. എന്നാൽ നേവൽ വിങ്ങിലേക്കോ എയർഫോഴ്സ് വിങ്ങിലേക്കോ ആണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ +2 സയൻസ് വിഷയങ്ങൾ, അതായത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്നീ വിഷയങ്ങൾ പഠിച്ച് +2 പാസ്സായിരിക്കണം. ഇതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആസ് യൂഷ്വൽ ആദ്യം റിട്ടൺ എക്സാമിനേഷൻ ആയിരിക്കും, പിന്നെ SSB ഇൻ്റർവ്യൂ, അത് കഴിഞ്ഞ് മെഡിക്കൽ, ദെൻ മെറിറ്റ് ലിസ്റ്റ്. ഈ ഒരു പ്രൊസീജിയറായിരിക്കും ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇത് അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ്. UPSCയുടെ സൈറ്റായ upsconline.nic.in എന്ന വെബ്സൈറ്റ് വഴിയാണ് നിങ്ങൾ ഇതിനു വേണ്ടിയിട്ട് അപേക്ഷിക്കേണ്ടത്. അപേക്ഷകർക്ക് അപേക്ഷാ ഫീസുണ്ട്. അപേക്ഷാ ഫീസ് 100 രൂപയാണ്. ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും SC/ST വിഭാഗക്കാർക്കും ഈ ഫീസ് ഇളവ് നൽകിയിട്ടുണ്ട്. ഈ ഒരു NDA എക്സാമിനേഷൻ വരുന്നത് 13 സെപ്റ്റംബർ 2026 ആണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ഡേറ്റ്. അത് ടെൻറ്റേറ്റീവ് ഡേറ്റ് ആണ്. മാക്സിമം ഈ പറയുന്ന ഡേറ്റിൽ തന്നെ ആയിരിക്കും എക്സാം നടക്കാറുള്ളത്. കേരളത്തിൽ പ്രധാനപ്പെട്ട 4 പരീക്ഷാ കേന്ദ്രങ്ങളാണുള്ളത്: ട്രിവാൻഡ്രം, കൊച്ചി, കാലിക്കറ്റ് ആൻഡ് കണ്ണൂർ. അപ്പോൾ അപേക്ഷകർ ഉറപ്പായിട്ടും UPSCയുടെ വെബ്സൈറ്റിലൂടെ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഈ ഒരു നോട്ടിഫിക്കേഷൻ വ്യക്തമായി വായിച്ചതിന് ശേഷം മാത്രം ഈ ഒരു എക്സാമിനേഷന് വേണ്ടിയിട്ട് അപേക്ഷിക്കുക. ഈ ഒരു പോസ്റ്റിന് അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് 9 ജൂൺ 2026 ആണ്. ഇപ്പോൾ റീസെൻ്റ്ലി +2ൻ്റെ റിസൾട്ട് എല്ലാം വന്നു. നിങ്ങളുടെ പരിചയത്തിലുള്ള ഏതെങ്കിലും വിദ്യാർത്ഥിനികളുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു വിഷയം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ചെറുപ്രായത്തിൽ തന്നെ ക്ലാസ് 1 ഓഫീസർ ആവാനുള്ള ഏറ്റവും നല്ലൊരു അവസരമാണ് നാഷണൽ ഡിഫൻസ് അക്കാഡമി എന്ന് പറയുന്നത്. അടുത്തതായി എനിക്ക് പറയാനുള്ളത് കമ്പൈൻഡ് ഡിഫൻസ് സർവീസിൻ്റെ നോട്ടിഫിക്കേഷനെ കുറിച്ചിട്ടാണ്. ബിരുദധാരികളായ അവിവാഹിതരായ യുവക്കൾക്ക് ഈ ഒരു നോട്ടിഫിക്കേഷനിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ആർമി, നേവി, എയർഫോഴ്സ് ഈ 3 വിങ്ങിലേക്കും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ടോട്ടൽ 451 വേക്കൻസീസ് ആണുള്ളത്. അതിൽ 18 വേക്കൻസീസ് ലേഡീസിന് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്. ഏജ് ലിമിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അപേക്ഷകർ 1 ജൂലൈ 2003 1 ജൂലൈ 2007 ഇടയ്ക്ക് ജനിച്ചവരായിരിക്കണം എന്നുള്ളതാണ്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഉറപ്പായും നിങ്ങളൊരു ഗ്രാജുവേറ്റ് ആയിരിക്കണം. ആർമി വിങ്ങിലേക്കാണെങ്കിൽ മറ്റൊരു മാനദണ്ഡങ്ങളുമില്ല. ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്നും ലഭിച്ച ബിരുദം മാത്രം മതി. എയർഫോഴ്സ് വിങ്ങിലേക്കോ അല്ലെങ്കിൽ നേവൽ വിങ്ങിലേക്കോ ആണെങ്കിൽ ഒന്നുകിൽ നിങ്ങളൊരു എഞ്ചിനീയർ ബിരുദധാരി ആയിരിക്കണം, അല്ലെങ്കിൽ BSc ഫിസിക്സ് പഠിച്ച് പാസ്സായ ഒരു വ്യക്തിയായിരിക്കണം എന്നുള്ളതാണ്. ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് വരുന്നത് NDAയുടെ സെയിം തന്നെയാണ്. റിട്ടൺ എക്സാമിനേഷൻ, ദെൻ SSB, പിന്നെ മെഡിക്കൽ, ലാസ്റ്റ് മെറിറ്റ് ലിസ്റ്റ്. ഈ രീതിയിലാണ് പോകുന്നത്. അപേക്ഷിക്കേണ്ട അവസാന ഡേറ്റ് എന്ന് പറയുന്നത് 9 ജൂൺ 2026 തന്നെയാണ്. ഇതിൻ്റെ എക്സാം ഡേറ്റ് കൊടുത്തിരിക്കുന്നത് 13 സെപ്റ്റംബർ 2026 ആണ്. അപേക്ഷ ഓൺലൈനായിട്ടാണ് ചെയ്യേണ്ടത്. അത് സെയിം UPSCയുടെ സൈറ്റായ upsconline.nic.in എന്ന വെബ്സൈറ്റിലൂടെയാണ്. അപേക്ഷാ ഫീസുണ്ട്. 200 രൂപീസാണ് അപേക്ഷാ ഫീസ്. SC/ST വിഭാഗക്കാർക്കും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും ഒരു എക്സംഷൻ നൽകിയിട്ടുണ്ട്. സായുധ സേനകൾ, അതായത് ആർമി, നേവി, എയർഫോഴ്സിൽ ക്ലാസ് 1 ഓഫീസർ ആവാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള നല്ലൊരു അവസരമാണ് ഈ ഒരു നോട്ടിഫിക്കേഷനിലൂടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു അവസരം പൂർണ്ണമായി പ്രയോജനപ്പെടുത്തണം. അപ്പോൾ നിങ്ങളുടെ അറിവിലുള്ള അല്ലെങ്കിൽ റിലേറ്റീവ്സോ അല്ലെങ്കിൽ സുഹൃത്തുക്കൾക്കോ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക.
അവരുടെ മക്കൾക്കൊക്കെ ഇതൊരു പ്രയോജനപ്രദമായ കാര്യമായിരിക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിലെത്തും വരെയും ജയ് ഹിന്ദ്.